അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിനി ഹനുമാൻ ചാലീസയുടെ ലൈൻ ബൈ ലൈൻ അതിൻ്റെ വേർഡ് ടു വേർഡ് മീനിങ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഹനുമാൻ ചാലീസയുടെ തുടക്കം, ഹനുമാൻ ചാലീസ, ശ്രീ ഹനുമാൻ ചാലീസ. ചാലീസ എന്ന് വെച്ചാൽ 40, ശ്രീ ഹനുമാൻ ചാലീസ. അപ്പം ശ്രീ ഹനുമാൻ സ്വാമിനെ പറ്റിയിട്ട് വിവരിച്ചെഴുതിയ 40 വരികളാണ്. അപ്പം അതിൻ്റെ ഒരേ ലൈനിൽ വേർഡ് ടു വേർഡ് മീനിങ് ആയിട്ടാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഞാനത് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പം ആദ്യത്തെ ലൈൻ ഇങ്ങനെയാണ്: ജയ ഹനുമാൻ ജ്ഞാന ഗുണസാഗർ, ജയ കപീസ് തിഹു ലോക് ഉജാഗർ. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നതാണ് ജയ് ഹനുമാൻ. നമ്മൾ ജയ് വിളിക്കുന്നത്, ആരെയായാലും നമ്മൾ ജയ് വിളിക്കുമല്ലോ, അതാണ്. അല്ലാണ്ട് അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹനുമാൻജീനെ നമ്മൾ ജയ് വിളിക്കുകയാണ്. ജ്ഞാന ഗുണസാഗർ. അപ്പോൾ ഹനുമാൻജി എങ്ങനെയുള്ള ആളാണ്? ജ്ഞാന ഗുണസാഗർ, ജ്ഞാനത്തിൻ്റെ ഗുണമുള്ള ജ്ഞാനം. അതായത് എങ്ങനെ ഇരിക്കുന്നത്? സാഗരം പോലെ. അത്രയും ഗുണങ്ങളുടെ ജ്ഞാനമുള്ള ഗുണം, അത് സാഗരം പോലെ അത്രയധികം അതിൻ്റെ ഗുണങ്ങൾ അടങ്ങിയ ഒരു ആളാണ് ആര്? ഹനുമാൻ സ്വാമി. അത് തന്നെ ജയ് കപീസ്. ജയ് കപീസ്, ഇവിടെ കപീസ് എന്ന് ഉദ്ദേശിച്ചത് വാനരൻ. അപ്പോൾ വീണ്ടും ഹനുമാൻ സ്വാമിനെയാണ് പറയുന്നത് ജയ് കപീസ്. ജയ് വിളിച്ചിട്ട് പറയുന്നത് ജയ് കപീസ് തിഹു. തിഹു എന്ന് വെച്ചാൽ തീൻ, തിഹു ലോക്. ലോക് എന്ന് വെച്ചാൽ ലോകം, ഉജാഗർ yani കീർത്തിമാനാണ്. 3 ലോകത്തിലും കീർത്തിമാനാണ്. ഏതാണ് 3 ലോകം? ഭൂതലം, പാതാളം, സ്വർഗം. അപ്പം അങ്ങനെ 3 ലോകത്തും കീർത്തിമാനായിട്ടുള്ള വാനരനായിട്ടുള്ള ആളാണ് ആര്? ശ്രീ ഹനുമാൻ സ്വാമി. അപ്പം അതാണ് ആദ്യത്തെ ഫസ്റ്റ്. ഇത് നമ്മൾ ദോഹ എന്ന് പറയാം. ദോഹ എന്ന് വെച്ചാൽ 2 വരിയുള്ള ഒരേ സ്റ്റാൻസ്. അപ്പം അതാണ് ഫസ്റ്റ് ഹനുമാൻ സ്വാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലൈൻ പറഞ്ഞ എന്താണ്? രാമദൂത് അതുലിത് ബലധാമ, അഞ്ജനി പുത്ര പവനസുത് നാമ. രാമദൂത്, രാമൻ എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയുടെ ദൂതനാണ്. ആര്? ഹനുമാൻ സ്വാമി. അതെങ്ങനത്തെ ദൂതനാണ്? അതുലിത്, അതിനെ വേറെ ആരെയും തുലന ചെയ്യാൻ പറ്റാത്ത പോലത്തെ. അതുലിത് ബലധാമ, അതേപോലെ നല്ല ബലം. ബലം എന്ന് വെച്ചാൽ ബലം, നല്ല ആരോഗ്യം, ബലം. ബലധാമ ഇപ്പം അത്രയും ആരോഗ്യത്തിന് ഒരു കലവറ. ധാമ എന്ന് വെച്ചാൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു സ്ഥാപനം എന്നും പറയാം. അല്ലെങ്കിൽ അതിനെയാണ് പറഞ്ഞത്. അപ്പം ശ്രീരാമസ്വാമിയുടെ ദൂതനായ അങ്ങ് ബലത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. അതിനെ തുലന ചെയ്യാൻ പറ്റില്ല. അപ്പം രാമദൂത് അതുലിത് ബലധാമ, അഞ്ജനി പുത്ര പവനസുത് നാമ. പിന്നെ ഹനുമാൻ സ്വാമിയുടെ 2 പേരൂടെ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്നാണ് അഞ്ജനി പുത്രനാണ് അങ്ങ്. ഹനുമാൻ സ്വാമിയുടെ അമ്മയുടെ പേരാണ് അഞ്ജനി. അപ്പൊ അങ്ങ് അഞ്ജനി പുത്രനാണ്. അതുപോലെ തന്നെ പവൻ സുത്ത്. പവൻ സുത്ത് എന്ന് വെച്ചാൽ പവൻ എന്ന് വെച്ചാൽ വായു, സുത്ത് എന്ന് വെച്ചാൽ മകൻ. അപ്പൊ വായുപുത്രൻ. അപ്പൊ അങ്ങനെ 2 പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അഞ്ജനി പുത്രനും രണ്ടാമത്തെ വായുപുത്രനുമാണ്. അങ്ങനെ 2 പേരും കൂടി അങ്ങേക്ക് ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മഹാബീർ വിക്രമ ബജ്രംഗി, കുമതി നിവാർ സുമതി കെ സംഗി. മഹാബീർ. ഈ ഹനുമാൻ ചാലീസ എഴുതിയിരിക്കുന്നത് ഹിന്ദി ഭാഷയിലല്ല, അത് അവധി ഭാഷയിലാണ്. അപ്പം അതിൽ വ എന്നുള്ള ശബ്ദത്തിന് എപ്പോഴും പറയാം ഭ എന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാബീർ. ആക്ച്വലി മഹാവീർ എന്നാണ് പറയുന്നത്. മഹാവീരനാണ്, അങ്ങ് മഹാവീരനാണ്. അതാണ് മഹാബീർ. പിന്നെ എന്താണ്? വിക്രമൻ. വിക്രമൻ എന്ന് വെച്ചാൽ വിക്രമൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ വ എന്നുള്ള ശബ്ദത്തിന് എല്ലായിടത്തും ഭ എന്നാണ് യൂസ് ചെയ്തിരിക്കുക. അപ്പം അത് ആ ഭാഷയുടെ പ്രത്യേകതയാണത്. ഓക്കെ. അപ്പം മഹാബീര, അങ്ങ് ആരാണ്? മഹാബീരനാണ്, വിക്രമനാണ്. വിക്രമനാണ്, നല്ല ധൈര്യം ഉള്ള ആളാണ്. അതേപോലെ തന്നെ
ബജ്രംഗി. ഇവിടെ ബജ്രംഗിയുടെ അർത്ഥം വെച്ചാൽ ബജ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടെ ബജ് എന്ന് പറഞ്ഞാൽ വജ്രത്തിനെയാണ് ഈ ബജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വജ്രം. അങ്കി എന്ന് വെച്ചാൽ ശരീരം. വജ്രത്തിന്റെ അംഗം പോലെ അത്രയും വജ്രം എന്ന് വെച്ചാൽ നല്ല നല്ല മുറിക്കാൻ പറ്റാത്ത വളരെ സ്ട്രോങ് ഐറ്റമാണല്ലോ വജ്രം. അപ്പൊ അങ്ങനത്തെ അംഗം ഉള്ളവനാണ്. അപ്പൊ മഹാവീരനാണ്, വിക്രമനാണ്, വജ്രത്തിന്റെ അംഗം അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശരീരമുള്ള ആളാണ് ഹനുമാൻ സ്വാമി. കുമതി നിവാർ. കുമതി, മതി എന്ന് വെച്ചാല് ബുദ്ധി, കുമതി എന്ന് വെച്ചാല് പൊട്ട ബുദ്ധി. അപ്പൊ കുമതി നിവാർ, നിവാർ എന്ന് വെച്ചാൽ ഇല്ലാണ്ടാക്കുന്നവൻ. അപ്പൊ കുമതി നിവാർ സുമതി കെ സംഗി. സുമതി, മതി എന്ന് വെച്ചാൽ ബുദ്ധി, സുമതി എന്ന് വെച്ചാൽ നല്ല ബുദ്ധി. അപ്പൊ സുമതി കെ സംഗി, അപ്പൊ നല്ല ബുദ്ധിയുള്ള ആൾക്കാരെ കൂടെ, സംഗി എന്ന് വെച്ചാൽ കൂടെ ഇരിക്കുക. അപ്പൊ കുമതി നിവാർ സുമതി കെ സംഗി. കുമതി എന്ന് വെച്ചാല് പൊട്ട ബുദ്ധിയുള്ളവരെ നിവാരിത് ദോഷം മാറ്റി നിർത്തും. അതേപോലെ സുമതി നല്ല ബുദ്ധിയുള്ളവരെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആളാണ് ഹനുമാൻ സ്വാമി. അപ്പൊ ഇതാണ് ഫസ്റ്റ് 3 ദോഹര അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കിയിട്ട് ഞാൻ മൊത്തം 40 ലൈനിന്റെ മീനിങ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഒറ്റ അടിക്ക് പറയുമ്പോൾ വലിയൊരു വീഡിയോ ആയി മാറും. അപ്പൊ ഇങ്ങനെ 3 ലൈൻ വെച്ചിട്ട് ഞാൻ ഇതിനെ വീഡിയോ ആക്കിയിട്ട് അയക്കാം. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത 3 വരി ഞാൻ വീണ്ടും പറയാം.